ഹിസ് മൈൻഡ് പാർട്ട് 5. കുറച്ചു നേരം കൂടെ അങ്ങനെ നിന്ന ശേഷം ആദി സാറയെ നോക്കി കണ്ണ് ചിമ്മി കാട്ടിയ ശേഷം അവളുടെ കയ്യിൽ തൻ്റെ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് താഴേക്കിറങ്ങി ചെന്നു. അപ്പോഴേക്കും അവിടെ ആളും ആരവങ്ങളുമായി നിറഞ്ഞിരുന്നു. ചെറിയൊരു വിറയലോടെ ആദിയുടെ കയ്യിൽ മുറുകെ പിടിച്ച് പതിഞ്ഞ കാലടികളാൽ വരുന്ന സാറയിലായിരുന്നു അവിടെയുള്ളവരുടെ മുഴുവനും കണ്ണുകൾ. അവളുടെ ആ സൗന്ദര്യത്തിൽ അടിമപ്പെട്ടു പോയതുപോലെയുള്ള അവരുടെയൊക്കെ നോട്ടം കണ്ടപ്പോൾ ആദിയുടെ മുഖം വലിഞ്ഞു മുറുകിയെങ്കിലും തന്നോട് ചേർന്ന് നിൽക്കുന്നവളുടെ ഉടൽ വിറയ്ക്കുന്നതറിഞ്ഞ അവൻ അണപൊട്ടി വരുന്ന ദേഷ്യത്തെ കടിച്ചമർത്തിക്കൊണ്ട് സാറയെയും കൂട്ടി പുഞ്ചിരിയോടെ തങ്ങളെ നോക്കി നിൽക്കുന്ന ഊർമിളാദേവിയുടെ അരികിലേക്ക് ചെന്നു. അമ്മ, മുഹൂർത്തത്തിന് സമയമായോ? തികച്ചും ഗൗരവത്തോടു കൂടിയാണ് അവൻ അത് ചോദിച്ചത്. എന്തുകൊണ്ടോ സാറയെ എല്ലാവർക്കും മുന്നിലും പ്രദർശിപ്പിക്കുന്നത് അവന് ഇഷ്ടമാവുന്നേയില്ലായിരുന്നു. നീയൊന്ന് സമാധാനപ്പെട് കണ്ണാ, മുഹൂർത്തത്തിന് സമയമാവുന്നേ ഉള്ളൂ. എന്താ, നിനക്ക് മോളെ കല്യാണം കഴിക്കാൻ ധൃതിയായോ? ദേവി കളിയാക്കുന്ന പോലെ പറഞ്ഞപ്പോൾ അവൻ്റെ പിറകിൽ നിൽക്കുന്ന സാറയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അതേ ചിരിയോടെ അവൾ പോലും അറിയാതെ അവൻ്റെ വിരലുകൾ അവൾ തൻ്റെ വിരലിനാൽ കൂട്ടിപ്പിടിച്ചു. അത്രയും നേരം അവളുടെ കൈ അവൻ്റെ കൈക്കുള്ളിൽ ചലനമില്ലാതെ നിൽക്കുകയായിരുന്നു. അതറിഞ്ഞ ആദി മീശ കടിച്ചു പിടിച്ചുകൊണ്ട് തിരിഞ്ഞ് അവളെ നോക്കിയ ശേഷം അവളെ പിടിച്ച് അവന് മുന്നിൽ ദേവിക്ക് മുഖാമുഖമായി നിർത്തിച്ചു. ആഹാ, അമ്മയുടെ മോളിന്ന് സുന്ദരിക്കുട്ടിയായിട്ടുണ്ടല്ലോ. ആരുടെയും കണ്ണ് തട്ടാതിരിക്കട്ടെ. വെപ്രാളത്തോടെ ആദിയെ നോക്കുന്ന സാറയുടെ മുഖം തനിക്ക് നേരെ പിടിച്ച് ദൃഷ്ടി ഒഴിഞ്ഞുകൊണ്ടുള്ള ദേവിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവനും അവളും ഒരുപോലെ ചിരിച്ചു. മോൾ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? എന്തേ, എല്ലാരെയും കണ്ട് പേടി തോന്നുന്നുണ്ടോ? അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവി ചോദിച്ചപ്പോൾ അവൾ ചുറ്റിലും നോക്കിക്കൊണ്ട് തലയാട്ടി. എൻ്റെ കണ്ണാ, ഈ കുട്ടിക്ക് എല്ലാത്തിനോടും പേടിയാണല്ലോ. അങ്ങനെയുള്ള മോൾക്ക് കിട്ടിയതോ നല്ലൊരു കളിപ്പൻ ചെക്കനെയും. മോൾ പേടിക്കണ്ട കേട്ടോ, ഇവിടെ മോൾക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. അതിനല്ലേ ഞാനും ആദ്യമൊക്കെ ഇവിടെ ഉള്ളത്. പുഞ്ചിരിയോടെയുള്ള ദേവിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് രമ, രഘുരാമൻ്റെ ഭാര്യ വന്നിരുന്നു. അവർ ആകെ ഒരു പാവം പിടിച്ച സ്ത്രീയായിരുന്നു. ഭർത്താവിൻ്റെയും മകൻ്റെയും ദ്രോഹങ്ങൾക്കൊക്കെ എതിർക്കുന്നത് കൊണ്ട് അവർക്ക് എപ്പോഴും വേദന മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ദേവിയോടായിരുന്നു അവർക്ക് കൂടുതൽ അടുപ്പവും. രണ്ടുപേരും റെഡിയായി വന്നോ? മോളെ ഇന്നലെ പരിചയപ്പെടാൻ പറ്റിയില്ല. എന്താ പേര്? സാറ. അവരുടെ നിഷ്കളങ്കമായ മുഖവും ചോദ്യവും ഒക്കെ കേട്ടപ്പോൾ സാറയും അവരെ നോക്കി ചിരിച്ചു കൊണ്ട് പറഞ്ഞു. ക്രിസ്ത്യൻ കുട്ടിയാണല്ലേ? എൻ്റെ കള്ളക്കണ്ണാ, നീ ആള് കൊള്ളാലോ. ആദിയുടെ ചെവിയിൽ പിടിച്ചുകൊണ്ട് രമ പറയുന്നത് കേട്ടപ്പോൾ അവൻ ചെറുതായി ഒന്ന് മന്ദഹസിച്ചു. പിന്നെയും അവർ 3 പേരും ഒരുപാട് സംസാരിച്ചു. ആ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ സാറയ്ക്ക് ദേവിയെയും രമയെയും ഒത്തിരി ഇഷ്ടമായി. ആദിയാണെങ്കിൽ അതിലൊന്നും ശ്രദ്ധിക്കാതെ ഫോണും നോക്കി അവർക്കരികിൽ നിന്നു. മുഹൂർത്തമായിരിക്കുന്നു, വധൂവരന്മാരെ വിളിച്ചുകൊള്ളൂ. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ പുറത്തുനിന്നും ഒരാൾ വന്ന് പറഞ്ഞപ്പോൾ ആദിയും സാറയും ഉയർന്ന നെഞ്ചിടിപ്പോടെ പരസ്പരം നോക്കി. എന്തുകൊണ്ടോ 2 പേരിലും ആ സമയം വല്ലാത്തൊരു വെപ്രാളവും പരവേശവും വന്ന് നിറയുന്നുണ്ടായിരുന്നു. എന്താ 2 പേരും നോക്കി നിൽക്കുന്നത്? വാ കണ്ണാ, വരൂ മോളെ. പരസ്പരം നോക്കി നിൽക്കുന്ന ആദിയെയും സാറയെയും കൂട്ടി ദേവിയും രമയും പുറത്തേക്ക് ചെന്നു. തറവാടിൻ്റെ ഒരരികിലായിട്ടായിരുന്നു മണ്ഡപം ഉണ്ടാക്കിയത്. മണ്ഡപത്തിലേക്ക് ആദ്യം കയറിയത് ആദിയായിരുന്നു. ശേഷം പിറകിൽ നിൽക്കുന്ന സാറയ്ക്ക് നേരെ അവൻ കൈനീട്ടി. അവനെ ഒന്ന് നോക്കിക്കൊണ്ടവൾ അവൻ്റെ കയ്യിൽ കൈ ചേർത്ത് കൊണ്ട് പതിയെ കയറി. ശേഷം ആദിക്കരികിലായി അവൻ ഇരുന്നത് നോക്കി അവളും ചെന്നിരുന്നു. പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. വിവിധ മന്ത്രോച്ചാരണങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പൂജാരി ഒരു താലത്തിൽ ആലില താലിയും കൂടെ സിന്ദൂരവും ആദിക്ക് നേരെ നീട്ടി. അവൻ ആ താലത്തിൽ നിന്നും കൈനീട്ടി താലിയെടുത്ത് അരികിലിരിക്കുന്ന സാറയെ നോക്കിയപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ കണ്ണും വിടർത്തിക്കൊണ്ട് എല്ലാം നോക്കിക്കാണുകയാണ് അവൾ. ഒരു ക്രിസ്ത്യനായിരുന്ന അവൾക്ക് അതൊക്കെ പുതുമയുള്ള കാര്യമായിരുന്നു. ചെയ്യാൻ പോണത് തെറ്റാണോ ശരിയാണോ എന്നെനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഇത് നടന്നില്ലെങ്കിൽ പിന്നെ എല്ലാവരുടെയും മുന്നിലും ഈ ആദിശേഷൻ തോറ്റതുപോലെയാവും. ആദി ആത്മ. കർത്താവേ, അങ്ങയുടെ തീരുമാനം എന്തു തന്നെയാണോ അത് തന്നെ നടക്കട്ടെ. പക്ഷേ ഞാൻ കാരണം സാറിനും കുടുംബത്തിനും ഒരു ദ്രോഹവും ഉണ്ടാകാൻ പാടില്ല. പിന്നെ എന്നെങ്കിലും ഒരിക്കൽ സാറിന് എന്നോട് സ്നേഹം വേണ്ട, ഒന്നും വേണ്ട, ആഗ്രഹിക്കാൻ പോലും എനിക്ക് അവകാശമില്ല. എല്ലാം വിധി പോലെ വരട്ടെ. സാറ ആത്മ. അങ്ങനെ അമ്മയുടെയും കുടുംബങ്ങളുടെയും നാട്ടുകാരുടെയും ഒക്കെ മുന്നിൽ വെച്ച് അഗ്നിസാക്ഷിയാക്കി ആദി സാറയുടെ കഴുത്തിൽ താലി ചാർത്തി.
അവൻ അവൾക്കരികിൽ ചാഞ്ഞുകൊണ്ട് കഴുത്തിൽ താലിമാല 3 വട്ടം കെട്ടുമ്പോൾ അവൾ പോലും അറിയാതെ ആ താലി മരണം വരെ തൻ്റെ കൂടെ ഉണ്ടാകണേ എന്നാണ് സാറ പ്രാർത്ഥിച്ചതെങ്കിൽ ആദിയുടെ മനസ്സിൽ നിറയെ പണ്ടെങ്ങോ താൻ കണ്ട സ്വപ്നങ്ങളിൽ ഈ ഒരു സന്ദർഭം ഉണ്ടായല്ലോ എന്നായിരുന്നു. താലി ചാർത്തി കൊടുത്ത ശേഷം താലത്തിൽ നിന്നും പെരുവിരലാൽ ഒരു നുള്ള സിന്ദൂരം എടുത്തുകൊണ്ടവൻ അവളുടെ നെറുകയിൽ ചുവപ്പിച്ചപ്പോൾ അതിൽ നിന്നും ഒരു നുള്ള സിന്ദൂരം കണ്ണടച്ചിരിക്കുകയായിരുന്ന സാറയുടെ മൂക്കിൻ തുമ്പിൽ പതിഞ്ഞിരുന്നു. ഊർമിളാദേവിയും രമയും ആകെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിക്കാനായി ഇരുന്നപ്പോഴായിരുന്നു തങ്ങളെ വീക്ഷിച്ചുകൊണ്ട് ഒരു തൂണിന് മറവിൽ നിൽക്കുന്ന ജിത്തുവിനെ ആദി കാണുന്നത്. എന്നാൽ ആദിയെപ്പോലും ശ്രദ്ധിക്കാതെ ജിത്തുവിൻ്റെ കണ്ണുകൾ ചുറ്റും കൂടി നിന്നവരെയൊക്കെ ചെറുചിരിയോടെ വീക്ഷിക്കുന്ന സാറയിലാണെന്ന് കണ്ടതും ആദി ദേഷ്യത്തിൽ അടുത്തിരിക്കുന്ന സാറയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ്റെ മടിയിൽ ഇരുത്തി. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ ശക്തമായി മുറുകിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ ആ ഒറ്റൊരു പ്രവൃത്തിയിൽ സാറ പകച്ചുകൊണ്ട് ആദിയെ നോക്കിയപ്പോൾ അവൻ്റെ നോട്ടം മറ്റെവിടെയോ ആയിരുന്നു. പക്ഷേ വലിഞ്ഞു മുറുകിയിരിക്കുന്ന അവൻ്റെ മുഖവും ഇടുപ്പിൽ മുറുകിയിരിക്കുന്ന കൈയും പറയുന്നുണ്ടായിരുന്നു അവനുള്ളിൽ എത്രത്തോളം ദേഷ്യമുണ്ടെന്ന്. അവൾ മാത്രമല്ല, ചുറ്റുമുള്ളവരൊക്കെയും അവർ രണ്ടുപേരെയും അത്ഭുതത്തോടെ മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആദിയുടെ ആ പ്രവൃത്തി ജിത്തുവിനെ അങ്ങേയറ്റം ദേഷ്യം പിടിപ്പിച്ചു. ആദിയെ കലിയോടെ നോക്കിക്കൊണ്ടവൻ അവിടെ നിന്നും നടന്ന് തൻ്റെ കാറിൽ കയറി അവിടം കടന്നു പോണത് വരെ ആദിയുടെ രക്തവർണ്ണമായ മിഴികൾ അവന് ചുറ്റുമായിരുന്നു. ഇച്ഛായ, ഉള്ളിലെ ദേഷ്യം ശമിപ്പിക്കാൻ എന്നോണം ആദി കണ്ണുകൾ അടച്ചിരിക്കുമ്പോഴായിരുന്നു പതിഞ്ഞ സ്വരത്തിലുള്ള സാറയുടെ വാക്കുകൾ അവൻ്റെ ചെവിയിലേക്ക് പതിഞ്ഞത്. അവളുടെ ഇച്ഛായ എന്നുള്ള വിളി കേട്ടപ്പോൾ ഒരു നിമിഷം തൻ്റെ ശ്വാസം നിലച്ചതുപോലെ ആദിക്ക് തോന്നി. തിളങ്ങുന്ന കണ്ണുകളോടെ അവൻ അവളെ നോക്കിയപ്പോൾ കാണുന്നത് വിതുമ്പുന്ന ചുണ്ടുകളാൽ അവനെ ദയനീയമായി നോക്കുന്ന സാറയെയാണ്. അപ്പോഴാണ് അവന് താൻ ചെയ്ത പ്രവൃത്തിയെപ്പറ്റി ഓർമ്മ വന്നത്. ജിത്തുവിൻ്റെ നോട്ടം കണ്ടപ്പോൾ ആകെ കലി കയറിയപ്പോൾ അവളെ എടുത്തുയർത്തിയതായിരുന്നു. അപ്പോൾ ചുറ്റുമുള്ളവരെ പറ്റിയും എല്ലാം മറന്നിരുന്നു. എന്താ, എൻ്റെ മുഖത്ത് നോക്കി നിൽക്കാതെ കഴിക്കാൻ നോക്ക്, കൂടെ എനിക്കും താ, നിന്നെ മടിയിലിരുത്തി കഴിക്കാനാവില്ല എനിക്ക്. അവൻ്റെ ഗൗരവം നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ സാറ കണ്ണുമിഴിച്ചുകൊണ്ട് അവനെ നോക്കി. അത് ഞാൻ മാറിയിരി, നീ എൻ്റെ മടിയിൽ ഒന്നിരുന്നു എന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മര്യാദയ്ക്ക് കഴിക്കാൻ നോക്കടി. അവൾ എന്തോ പറയാനായി വന്നപ്പോൾ ആദ്യ വീണ്ടും കലിപ്പായതും അവൾ ഒന്ന് ഞെട്ടിക്കൊണ്ട് വേഗം മുന്നിൽ ടേബിളിലിരിക്കുന്ന ചോറ് കുറച്ചെടുത്ത് കഴിക്കാൻ തുടങ്ങി. ആദ്യത്തെ ഒരു ഉരുള കയ്യിലെടുത്തുകൊണ്ട് അവൾ വിറച്ചുകൊണ്ട് അവനെ നോക്കിയപ്പോൾ അവളുടെ വിരലുകൾ വരെ നുകർന്നുകൊണ്ടായിരുന്നു അവൻ അത് കഴിച്ചത്. അവൻ്റെ ആ നീക്കങ്ങളൊക്കെയും അവളിൽ വല്ലാത്തൊരു വിറയൽ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിക്കാതെ അവൻ തന്നെ എഴുന്നേൽക്കാൻ വിടില്ലെന്നറിയാവുന്നത് കൊണ്ട് അവൾ വേഗം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ അവന് കൊടുത്തും സ്വയം കഴിച്ചും ഭക്ഷണം തീർന്ന ശേഷം ആദ്യം അവളിലുള്ള പിടിവിട്ടപ്പോൾ ഒന്ന് ആഞ്ഞു ശ്വാസം വലിച്ചുകൊണ്ടവൾ കൈ കഴുകാനായി ഓടിപ്പോകുന്നതും നോക്കി അവൻ അവിടെ ഇരുന്നു. ഒരിക്കലും ഇല്ലാത്തൊരു ആത്മസംതൃപ്തി അന്ന് അവനുണ്ടായിരുന്നു. ആദിക്ക് മറ്റു പാർട്ടിയോടും ചടങ്ങിനോടും ഒന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് അന്ന് പ്രത്യേകിച്ച് വേറൊന്നും തന്നെ ഇല്ലായിരുന്നു. കൈയൊക്കെ കഴുകി വന്ന ശേഷം ആദിക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ ദേവിയുടെ കയ്യിൽ നിന്നും കത്തിച്ചു വെച്ച നിലവിളക്ക് വിറയാർന്ന കൈകളാൽ വാങ്ങിയ ശേഷം ആദ്യമായി അവൾ പൂജാമുറിയിൽ കയറി അതവിടെ വെച്ചു. ആദിക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ അവൾക്ക് ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ കാരണം ആർക്കും ഒരു കഷ്ടതയും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ആദിയുടെ സ്നേഹവും. എല്ലാം കഴിഞ്ഞ ശേഷം നാട്ടുകാരും വിളിച്ചു വരുത്തിയ ബന്ധുക്കളുമൊക്കെ പോയ ശേഷം അവിടെ അവശേഷിക്കുന്നവരെയൊക്കെ ദേവിയും രമയും അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഊർമിളാദേവിയുടെ 2 ഏട്ടന്മാരും അവരുടെ ഭാര്യമാരും കുട്ടികളുമായിരുന്നു അവിടെ താമസിക്കുന്നത്, കൂട്ടുകുടുംബം പോലെ. ആദ്യത്തേത് രഘുരാമനും പിന്നെ ഭാര്യ രമയും മകൻ ജിത്തുവും. രണ്ടാമത്തേത് ശേഖരനും ഭാര്യ വത്സല, മക്കൾ ശില്പയും ശ്യാമും. ഊർമിളാദേവിയുടെ ഭർത്താവാണെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയതാണ്. പക്ഷെ ആദ്യ കൊന്നു എന്നായിരുന്നു ദേവിയുടെ 2 ഏട്ടന്മാരും പറയുന്നത്. അതുകൊണ്ട് തന്നെ അവനെ അവിടെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. ബാക്കി വയ്യേ അറിയാം. സാറയെ കൂട്ടി എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ അവരോടൊക്കെ അവൾ പുഞ്ചിരിച്ചുവെങ്കിലും അവരുടെ മുഖം ഇരുണ്ടു നിൽക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് വിഷമമായി. ശില്പയുടെ കൂടെ നിൽക്കുന്ന ശ്യാം അവളെ നോക്കി ചിരിച്ചുവെങ്കിലും വത്സല കണ്ണുരുട്ടിയപ്പോൾ അവൻ തല താഴ്ത്തി. അവരുടെയൊക്കെ പെരുമാറ്റവും സാറയുടെ വേദന നിറഞ്ഞ മുഖവും കണ്ടപ്പോൾ ദേവിക്കും രമയ്ക്കും ആകെ സങ്കടം വന്നു. അവിടെ ജിത്തുവും രഘുരാമനും ഇല്ലായിരുന്നു. ബാക്കിയുള്ളവർ ആണേൽ അവളോടൊന്നും മിണ്ടിയതുമില്ല.
ഇതൊക്കെ കണ്ടുകൊണ്ടായിരുന്നു ആദി അവിടേക്ക് വന്നത്. അവൻ ദേഷ്യത്തോടെ സാറയുടെ കയ്യിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? എൻ്റെ ഭാര്യയെ എനിക്കിഷ്ടമില്ലാത്തവരുടെ അടുത്ത് കൊണ്ടുപോയി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവരെ എല്ലാവരെയും നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടവൻ സാറയുടെ കയ്യിൽ പിടിച്ച് മുകളിലേക്ക് പോയി. നിങ്ങളുടെയൊക്കെ മനസ്സ് ഇത്രയ്ക്കും ദുഷിച്ചതാണോ? ആ കുട്ടി ഇന്നലെ കയറി വന്നതല്ലേ ഉള്ളൂ ഇവിടെ. അതിനിവിടുത്തെ ഒരു കാര്യവും അറിയുക പോലുമില്ല. എന്നിട്ടും നിങ്ങൾ എന്താ അതിനോടൊന്ന് സംസാരിക്കുക പോലും ചെയ്യാത്തത്? ആദി പോയി എന്ന് കണ്ടപ്പോൾ ദേവി ദേഷ്യത്തോടെ അവരെ നോക്കി ചോദിച്ചു. നിന്റെ മരുമകളെ നീ പേടിച്ചാൽ മതി. അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല. തള്ളയും മോനും കൂടെ ഞങ്ങളുടെ ഏട്ടനെ കൊന്നതും പോരാ, ഇപ്പോൾ ഒരു ഉപദേശക്കാരി വന്നേക്കുന്നു. വാ പിള്ളേരെ. വത്സല ദേവിയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയപ്പോൾ ദേവി കരഞ്ഞുകൊണ്ട് മീരയെ ചുറ്റിപ്പിടിച്ചു. ഇതേ സമയം മുകളിൽ ആദിയുടെ മുറിയിൽ ഫ്രഷാവാൻ കയറിയ ആദിയെ കാത്തു നിൽക്കുകയായിരുന്നു സാറ. ഇട്ടിരിക്കുന്ന ആ സാരിയും ആഭരണങ്ങളുമൊക്കെ അത്രമേൽ അവളെ അസ്വസ്ഥയാക്കുന്നുണ്ടായിരുന്നു. ഏറെ നേരമായിട്ടും ആദിയെ കാണാതെ വന്നപ്പോൾ അവൾ പതിയെ ഷെൽഫിനരികിൽ ചെന്നുകൊണ്ട് ആദ്യം തലയിലെ പൂവും പിന്നെ ആഭരണങ്ങൾ ഓരോന്നും അഴിച്ച് അവിടെയുള്ള ബോക്സിൽ വെച്ചു. താലിമാല ഒഴിച്ച് വേറൊന്നും അപ്പോൾ അവളുടെ ശരീരത്തിലില്ല. എല്ലാം എടുത്തു വെച്ച ശേഷം അവൾ താലിമാല കയ്യിൽ ചുഴറ്റിപ്പിടിച്ചുകൊണ്ട് അതിലേക്ക് ഉറ്റുനോക്കി. ആദി എന്ന് എഴുതിയിരിക്കുന്ന അവൻ്റെ ലോക്കറ്റിൽ അവൾ പതിയെ വിരലോടിച്ചു. എൻ്റെ കർത്താവേ, ഈ ജന്മം കല്യാണം, കുട്ടികൾ, നല്ലൊരു ജീവിതം ഇതൊന്നും വിധിച്ചിട്ടില്ല എന്ന് കരുതി ഇത്രയും നാൾ ജീവിച്ചവളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ ഈ താലി എൻ്റെ കഴുത്തിൽ വന്നു ചേർന്നപ്പോൾ വല്ലാത്തൊരു കൊതി തോന്നുവാ ജീവിക്കാൻ. പക്ഷേ കൂടെ ഇച്ഛായൻ വേണം, ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ജീവിതമേ വേണ്ട. അത് പറയുന്നതോടൊപ്പം അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഇതേ സമയം കുളികഴിഞ്ഞിറങ്ങി വന്ന ആദി കാണുന്നത് താലിയിൽ പിടിച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന സാറയെയാണ്. അവളുടെ ആ നിൽപ്പിൽ തന്നെ ആ മനസ്സിൽ എന്താണുള്ളതെന്ന് അവൻ അറിഞ്ഞിരുന്നു. എന്നാൽ ആദിയെ കണ്ടപ്പോൾ തന്നെ സാറ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച ശേഷം താലിയിലുള്ള പിടിവിട്ട് മാറാനുള്ള ഡ്രസ്സുമായി മുന്നോട്ട് നടന്നിരുന്നു. എന്നാൽ ആദിക്കടുത്ത് എത്തിയപ്പോൾ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ നിർത്തിച്ചു. ഏഞ്ചൽ, ഈ നിമിഷം ഞാൻ നിനക്ക് മനസ്സാൽ ഒരു വാക്ക് നൽകാം. എൻ്റെ പേര് കൊത്തിവെച്ച താലി നിന്റെ മാറിലേക്ക് സ്ഥാനം പിടിച്ചതു മുതൽ എന്നിലെ അവസാന ശ്വാസം നിലക്കും വരെയും നീ മാത്രമായിരിക്കും ആദിശേഷൻ്റെ ഭാര്യ. അത്രയും പറഞ്ഞുകൊണ്ടവൻ മുഖം താഴ്ത്തി അവളുടെ മാറിന് മുകളിൽ കിടക്കുന്ന താലിയിൽ അമർത്തി ചുംബിച്ചപ്പോൾ സാറ പെരുവിരലിൽ ഉയർന്നു പോയിരുന്നു.